ഹലോ, ഇന്ന് നമുക്ക് ഈ കർക്കിടകത്തിൽ ഒരു ഉലുവ കഞ്ഞി ഉണ്ടാക്കിയാലോ. വളരെ രുചികരമായിട്ടുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ കർക്കിടക കഞ്ഞിയൊക്കെ കഴിക്കാൻ മടിയുള്ളവർ ഇതുപോലെ ഉലുവ കഞ്ഞി ഉണ്ടാക്കി നോക്കിക്കേ. ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ് ഉണക്കലരിയാണ് കേട്ടോ, പച്ചരിയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊന്ന് നല്ലപോലെ കഴുകി വാരിയെടുക്കണേ. 2 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ ആശാളിയും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിരകി ഇടാനായിട്ട് ഒരു തേങ്ങ എടുക്കാം കേട്ടോ. ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്താലാണ് അതിനകത്തേക്ക് കൂടുള്ളൂ. ഇനി വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് അരി വേവിക്കാനായിട്ട് കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പം നമ്മുടെ അരി കുക്കറിലേക്ക് ഇട്ടിട്ട് അത് നല്ലപോലെ വെന്ത് കിട്ടാനായിട്ടുള്ള വെള്ളം നമ്മൾ കുക്കറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിയുടെ മുകളിൽ എന്തായാലും പൊന്തി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ വെള്ളം വറ്റിപ്പോകും. ഇനി അതിലേക്ക് ഇടാനായിട്ട് ആ ഉലുവയും ആശാളിയും ജീരകവും കൂടി ഞാൻ ഈ ഒരു അരിപ്പ വെച്ചിട്ട് കഴുകിയിട്ടാണ് കേട്ടോ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെള്ളത്തിലിട്ട് കുതിർത്തിട്ടൊന്നുമില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ഉപയോഗിച്ചിട്ട് അത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. തേങ്ങ അതുപോലെ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കഞ്ഞി വെന്ത് കഴിയുമ്പോൾ ഈ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം വേണമെന്നുള്ളവർ ഒഴിച്ചിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക. നമ്മുടെ കഞ്ഞി ലൂസായി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കാനായിട്ട് ശ്രമിക്കണേ. അത് കഴിഞ്ഞ് അത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നെയ്യ് മൂപ്പിച്ച് ഒഴിക്കണം. നെയ്യിലേക്ക് ഞാനിപ്പോൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി നെയ്യിൽ മൂപ്പിച്ചിട്ട് നമ്മുടെ കഞ്ഞിക്കകത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. ആ തേങ്ങയും ഉലുവയും ജീരകവും എല്ലാം കൂടെ കൂടുമ്പോൾ നല്ല രുചിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ നെയ്യിൽ വെളുത്തുള്ളി മൂപ്പിച്ചിട്ട് നമ്മുടെ കഞ്ഞിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മണവും വരുന്നുണ്ട്, അതുപോലെ നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കഴിക്കും, കൊച്ചു കുട്ടികളാണെങ്കിലും അവർക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരം. വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അതുപോലെ മരുന്ന് കഞ്ഞി നല്ലതാണെങ്കിലും ചിലർക്കൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കഴിക്കാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇതുപോലെ തന്നെയെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. കർക്കിടക മാസത്തിൽ ഇതുപോലെ കഞ്ഞിയൊക്കെ കഴിച്ചൊരു 14 ദിവസമെങ്കിലും കഴിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.